ഹായ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ചാഴ ഫാമിലിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ അറിയാം, മൈഗ്രെയിനെ പറ്റി സംസാരിക്കാൻ ഇന്നൊരു പ്രത്യേകമായിട്ടൊരു കാരണമുണ്ട്. ഇന്ന് തേഴ്സ്ഡേ ആണ്. ഇന്നിപ്പോൾ ഞാനിങ്ങനെ സ്റ്റോക്കൊക്കെ എടുക്കാൻ നമ്മളൊരു ഷോപ്പുണ്ട്, അപ്പോൾ അതിലോട്ട് സ്റ്റോക്ക് എടുക്കാനൊക്കെ ആയിട്ട് പോയപ്പോൾ വെയിലൊന്നുമില്ല. ആക്ച്വലി വെയിലില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക, മഴ വരാൻ പോകുന്ന ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, അതേപോലെ കിടക്കുന്നൊരു ക്ലൈമറ്റാണ്. അപ്പോൾ വെയിലില്ല. അപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. ഉച്ചയായപ്പോൾ ഉച്ചത്തെ സമയം എനിക്ക് മാറി. ഫുഡ് കഴിക്കേണ്ട സമയം കുറച്ച് ലേറ്റായി സ്റ്റാർട്ട് ചെയ്തു. നല്ല നേരം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനിയപ്പോൾ അടുത്ത എന്താ ഓപ്ഷൻ? കുറേ എന്താ പറയുക, യൂക്കാലി, എന്താ പറയുക, ഈ സാധനമൊക്കെ എല്ലാവരുടെ കയ്യിൽ കുപ്പികൾ കണക്കിന്. പിന്നെ മൈഗ്രൈൻ്റെ തന്നെ എന്താ പറയുക, ഇവിടുത്തെ ബ്ലിങ്കിറ്റ് വഴി ഞാൻ ഓർഡർ ചെയ്ത് വേറൊരു കുപ്പി, ഇതല്ല കേട്ടോ, വേറൊരു കുപ്പിയുണ്ട്. അങ്ങനെ ഇതൊക്കെ തന്നെ ഉണ്ട് ശരണം. അത് മൂക്കിലും ഇവിടെയൊക്കെ വലിച്ചാൻ കേട്ടിട്ട് ഇവിടെയൊക്കെ പൊള്ളിയിരിക്കുന്നൊക്കെ പറയില്ലേ, സ്കിന്നിന് അറിയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ അതൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇന്ന് എടുക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈഗ്രെയിൻ എങ്ങനെ ചികിത്സിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈഗ്രെയിന് മരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലോപ്പതിയിൽ മരുന്നില്ല എന്ന് പറയാം. കാരണം നമ്മൾ പോയി കാണുന്ന ഡോക്ടേഴ്സ് എല്ലാവരും നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത് എപ്പോഴും പെയിൻ കില്ലേഴ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ കാണുന്ന ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സൊക്കെ നമുക്ക് പെയിൻ കില്ലേഴ്സ് തന്നേക്കുന്നത്. അതായത് ഒരു 1 വീക്കിലോട്ടല്ല, 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ പെയിൻ വരുമ്പോൾ കഴിക്കുക, അങ്ങനെയൊക്കെ തരാറുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു കോഴ്സ്, അതിനൊരു മരുന്നുണ്ടെങ്കിൽ അതൊരു കോഴ്സായിട്ട്, ഇപ്പോൾ പനിക്ക് പാരസിറ്റമോൾ എന്ന് പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു കോഴ്സ് കഴിച്ചിട്ട്, ഒരു ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ കഴിച്ചിട്ട് അവിടെ നിൽക്കേണ്ടതല്ലേ. പക്ഷെ നമുക്ക് നിൽക്കത്തില്ല. നമ്മളത് പിന്നെയും നമുക്ക് തലവേദന വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഈ മരുന്ന് കഴിച്ചിട്ടും എന്താ പറയുക, കുറച്ച് നാളത്തേക്ക് ഒന്ന് കുറയും, പിന്നെയും ഈ മരുന്നിൻ്റെ സ്ഥിതി പിന്നെയും സ്റ്റാർട്ടാവും. പിന്നെ അതേപോലെ തന്നെ ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കുറേ എടുത്തിട്ടുള്ള ആളാണ്. നമ്മുടെ വീട്ടിലുള്ള പൊടിക്കൈകൾ, എന്താ പറയുക, യൂട്യൂബിൽ കാണുന്ന കുറേ ഷോർട്സിലെ കുറേ പൊടിക്കൈകൾ, പിന്നെ നമ്മുടെ ഒരു മലയാറ്റൊരു അപ്പാപ്പൻ്റെ കയ്യിൽ നിന്നുള്ളൊരു പൊടി മൂക്കോടെ ഇങ്ങനെ വലിച്ച് കയറ്റിയിട്ട് അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ദൈവം സഹായിച്ചിട്ട് ഒന്നും എനിക്ക് എഫക്റ്റായില്ല. അപ്പോൾ പിന്നെ ഞാൻ എടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ തലവേദന വരാതെ നമുക്കതിനെ അവോയ്ഡ് ചെയ്യാം. ഇതാണ് ഞാൻ എടുത്ത കുറച്ച് കാര്യങ്ങൾ. ഞാൻ എങ്ങനെ അവോയ്ഡ് ചെയ്തു എൻ്റെ മൈഗ്രെയിനെ. ഇന്നത്തെ കാര്യം വിട്ടേക്ക്, ഞാൻ ഇന്ന് അവോയ്ഡ് ചെയ്തില്ല. കാരണം ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെൻ്റെ മിസ്റ്റേക്കാണ്. മെയിനായിട്ട് നമുക്ക് മൈഗ്രെയിൻ എന്താ പറയുക, നമുക്ക് അറിയാനായിട്ട്, നമുക്കിത് മൈഗ്രെയിൻ ആണോ നോർമൽ ഹെഡേക്ക് ആണോ തലവേദനയാണോ എന്ന് അറിയാനായിട്ടാണ് കാരണങ്ങളുണ്ട്. എനിക്ക് സ്റ്റാർട്ട് ചെയ്തത്, എനിക്ക് എല്ലാ കാരണങ്ങളൊന്നും അറിയില്ല. എൻ്റെ കാര്യം ഞാൻ പറയാം, നമുക്ക് നമ്മുടെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. അതായത് എനിക്ക് കുറേ സൗണ്ട്, മെയിൻലി വലിയ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തന്നെ എനിക്ക് തലവേദന സ്റ്റാർട്ടാവും. ഇവിടെ നിന്ന് തുടങ്ങുന്ന തലവേദന ഇവിടെയാണ് മെയിനായിട്ട് വരുന്ന തലവേദന. പിന്നെ ഇവിടേക്കും, പിന്നെന്താ അതൊന്ന്. പിന്നെ ആ തലവേദന വന്നിരിക്കുന്ന സമയം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ആ സമയം തന്നെ നമുക്ക് ലൈറ്റ് നോക്കാൻ പറ്റത്തില്ല. നമുക്ക് ട്യൂബ് ലൈറ്റ് ആവട്ടെ, സൺലൈറ്റ് ആവട്ടെ, ഈവൻ പുറത്തെ ലൈറ്റ് ആവട്ടെ, നോർമൽ ലൈറ്റ്, അതുപോലും എൻ്റെ കണ്ണിലിട്ട് ജസ്റ്റ് ആ ലൈറ്റ് അടിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ എന്താ പറയുക, തലയുടെ ആ വേദന അങ്ങ് കൂടും. മൂന്നാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശന്നിട്ട്, അതായത് നമ്മുടെ ആ ഒരു ടൈം കഴിഞ്ഞു, ഫുഡ് കഴിക്കുന്ന ആ സമയം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് നിൽക്കുകയെന്ന് വെച്ചോ. 1 o'clock നമ്മൾ ഡെയിലി ഫുഡ് കഴിക്കുന്നു, അതൊരു 2 o'clock ആയെന്ന് വെച്ചോ, ഈവൻ 1:30 ആയെന്ന് വെച്ചോ, വിശക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തലവേദന എടുക്കും. ഇന്ന് എനിക്ക് വന്ന പോലെ. ഇന്ന് എനിക്ക് സൺലൈറ്റ് ഉണ്ടായിരുന്നില്ല, സൗണ്ട് ഉണ്ടായിരുന്നില്ല, ലൈറ്റും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ട് തലവേദന? വിശന്നു. ഫുഡ് കറക്റ്റ് സമയത്ത് കഴിക്കാണ്ടിരുന്നപ്പോൾ എൻ്റെ തലവേദന സ്റ്റാർട്ടായി. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ഓവർ സ്ട്രെസ്സ്, എന്താ പറയുക, ചെറിയൊരു കുഞ്ഞു കാര്യം ആലോചിക്കാൻ നിൽക്കത്തില്ല ഞാൻ. അന്ന് വെച്ചാൽ തലവേദന എടുക്കും എനിക്ക്. അതുകൊണ്ട് ഞാൻ ആലോചിക്കാനും നിൽക്കില്ല. നമുക്ക് ടെൻഷൻ അടിക്കുന്ന കാര്യമാണെങ്കിൽ മാക്സിമം കുറച്ചും കൂടി ഹാപ്പി ആക്കാനുള്ള വേറെ എന്തെങ്കിലും. ഞാനാണെങ്കിൽ ബിഗ് ബോസ് കാണും, ഇപ്പം ലൈവ് ബിഗ് ബോസ് കാണും. പലരും എന്താ പറയുക, എൻ്റെ വീട്ടിലും എൻ്റെ ഹസ്ബൻഡൊക്കെ എന്നെ കളിയാക്കും, നിനക്ക് ബിഗ് ബോസ് കണ്ടത് നിനക്ക് എന്ത് കിട്ടും, നീ കുറച്ചും കൂടി ന്യൂസൊക്കെ ഇരുന്ന് കാണുന്നു. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ടെൻഷനെ, അല്ലെങ്കിൽ നമ്മുടെ ടെൻഷനെ എന്താ പറയുക, നമ്മുടെ കുറച്ച് എന്താ പറയുക, നമ്മുടെ ആ ഒരു സ്ട്രെസ് ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് ഡിവീറ്റ് ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സ്ട്രെസ്സിനെ പറ്റി നമ്മൾ ആലോചിക്കത്തില്ല. അയ്യോ, ആ ടെൻഷനെ പറ്റി വെറുതെ ഞാൻ അടുത്ത ടെൻഷൻ ഉണ്ടാക്കണ്ട. അപ്പം ഇതൊക്കെയാണ് എനിക്ക് വന്ന കാരണങ്ങൾ. അങ്ങനെ ഞാൻ പോയി ഡോക്ടറെ കണ്ടു. തലവേദന
രാവിലെ തുടങ്ങിക്കഴിഞ്ഞ തലവേദന ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. കാരണം കിടക്കുമ്പോൾ തല ഇങ്ങനെ കിടന്നിങ്ങനെ വിങ്ങുന്ന്, തല ഇങ്ങനെ വേദന കാരണം കിടന്നുറങ്ങാൻ പറ്റില്ല. കണ്ണടയ്ക്കുമ്പോൾ പോലും തലയുടെ വേദനയാണ് നമുക്ക് മൈൻഡ് വരുന്നത്. എങ്ങനെങ്കിലും ഒന്ന് ഉറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആ ഉറക്കം ഒന്ന് ശരിയായി ഉറങ്ങി മര്യാദയ്ക്ക് ഉറങ്ങി എണീക്കുമ്പോൾ തലവേദന എൻ്റെ നോർമലി മാറാറുണ്ട്. പക്ഷെ ആ ഉറങ്ങാൻ കുറേ സമയം എടുക്കും. പിന്നെ അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ലക്ഷണങ്ങൾ തലവേദനയുടെ. അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടു, മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പെയിൻ കില്ലേഴ്സാണ് കഴിച്ചത്. ആദ്യത്തെ കുറേ നാൾ പെയിൻ കില്ലേഴ്സൊക്കെ കഴിച്ചു. പക്ഷേ കഴിച്ചിട്ടും ഒരു ഉപയോഗമില്ല, ഒരു യൂസ് ഇല്ല. അതായത് പിന്നെയും തലവേദന എടുക്കുന്നു, ഒരു യാത്ര പോകാൻ പറ്റില്ല. ഞാൻ റോഡിൻ്റെ സൈഡിലുള്ള കടയിലാണ്, ഷോപ്പിലാണല്ലോ ഇരിക്കുന്നത്. അതാണ് വണ്ടിങ്ങനെ പോയിക്കോട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിട്ടേ ഓർമ്മയില്ല. എനിക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇച്ചിരി വെയിലൊന്ന് കൊണ്ടിട്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം പോക്കാം. ഇതേപോലെ ഒരുപാട് പേർക്കുണ്ട് കേട്ടോ. ഇപ്പം മൈഗ്രെയിൻ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കുറച്ച് പേർക്കുണ്ടായ ഒരു കാര്യം, ഇപ്പോൾ ഒരുപാട് പേർക്കുണ്ട് മൈഗ്രെയിൻ്റെ ഇഷ്യൂ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ അവോയ്ഡ് ചെയ്തത്, ഞാൻ പല ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. നമ്മുടെ കടുക് അരച്ചിട്ട് തലയിൽ തേക്കുന്ന കാര്യം, ഉപ്പൂറ്റി തേക്കുന്ന കാര്യം, അതുപോലെ തന്നെ ചെറു ചൂടുവെള്ളം ഉപ്പ് 2 കാലും ആ വെള്ളത്തിൽ മുക്കി വെക്കുന്ന കാര്യം, ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്തു. അതിൽ എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക. എന്താ പറയുക, നമ്മുടെ വിശപ്പിനെ നമ്മളിങ്ങനെ എന്താ പറയുക നീക്കി നിർത്തരുത്. കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക. കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ കഴിക്കുക. അല്ലാണ്ട് ഇതേ കിട്ടുള്ളൂ അല്ലെങ്കിൽ അത് വേണമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ്ട് മൈഗ്രെയിൻ ഇഷ്യൂ ഉള്ളവർ, അല്ലാത്തവർക്ക് കുഴപ്പമില്ല. കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക. വെയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ തല നമ്മുടെ കവർ ചെയ്യുക. കണ്ണ് മാത്രമായിട്ട് കാണാൻ പറ്റും. നമുക്ക് തല കവർ ചെയ്യുക. ടൂ വീലറിനാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഹെൽമെറ്റ് വെക്കുക. നമ്മൾ എത്ര തല കവറായെന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് വെക്കുന്നത് ഒരു പരിധി വരെ നമ്മുടെ തലവേദന എൻ്റെ കുറച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വെയിലത്ത് തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ കൈ കാണുമ്പോൾ അറിയാം, എൻ്റെ ഫേസും ഈ കൈയും കാണുമ്പോൾ അറിയാം. ഞാൻ എപ്പോഴും വെയിലത്ത് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ സ്കാർഫ് കെട്ടും, ഹെൽമെറ്റ് വെക്കും, ഞാൻ സൺഗ്ലാസ് വെക്കും. എന്ന് വെച്ചാൽ കണ്ണിന് എന്താ പറയുക, വെയിലടിക്കുമ്പോൾ പെട്ടെന്ന് തലവേദന വരുന്നത് എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ സൺഗ്ലാസും കൂടി വെച്ച് കഴിയുമ്പോൾ കുറേ നാളത്തേക്ക് എനിക്ക് തലവേദന ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് എനിക്കിത് വന്നിട്ടില്ല. പിന്നെ എൻ്റേതായ കുറേ ചെറിയ മടി കാരണം, ഇന്നും എൻ്റെ ഉച്ചത്തെ ഫുഡ് ഈ സ്റ്റോക്ക് എടുക്കുന്ന കാരണം ഇച്ചിരി കഴിക്കാൻ ലേറ്റായി. അത് കാരണം അതൊരു പ്രശ്നം. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം, തലവേദന വന്ന് നമ്മൾ പുറത്ത് വെച്ചിട്ട് തലവേദന വന്നത് മാക്സിമം ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എണ്ണ തേക്കത്തില്ല. എണ്ണ തേച്ച് വെച്ച് കുഴപ്പമില്ല, എണ്ണ തേക്കാൻ നിൽക്കാറില്ല. ഇടുത്ത വഴിക്ക് തല അങ്ങ് നനയ്ക്കുക, തല കുളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എന്താ പറയുക, തലവേദന നന്നായിട്ട് കുറയുന്നതായിട്ട്, മൈഗ്രെയിൻ നന്നായിട്ട് കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നവരത്ന ഓയിലില്ലേ, അങ്ങനെ തന്നെയാണോ പറയണമെന്ന് എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ. ആ ഓയിൽ എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ തലയിൽ തേക്കുമ്പോൾ കുറച്ച് തണുത്ത ഫീൽ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഐസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ കുറയും. പക്ഷെ നമ്മൾ ഐസൊന്നും തലയിൽ വെക്കാത്ത നല്ല കാര്യമല്ലല്ലോ. അപ്പോൾ ഈ ഓയിൽ എന്ന് പറയുന്നത് ജസ്റ്റ് തലയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ്, നമ്മൾ ഒരുപാട് നേരം ഒന്നും വെക്കുന്നില്ലല്ലോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തല കുളിക്കുവാണെങ്കിലും നല്ല എഫക്റ്റീവായിട്ടുണ്ട്. ജസ്റ്റ് തേക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഞാനൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. ഹെയർ അത്ര കെയർ ചെയ്യുന്നവരെ ചെയ്യാനല്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് അത്രയും സഹിക്കാൻ പറ്റുന്ന തലവേദനയാണ്. അന്ന് കുളിക്കാനൊരു എന്താ പറയുക, ഒരു പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഈ എണ്ണ തേച്ചിട്ട് രാത്രി കിടന്ന് ഉറങ്ങുക. എണ്ണയ്ക്ക് അലർജി ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ ജലദോഷം പനി ഒന്നും പിടിക്കില്ല എന്ന് ഉറപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഈ എണ്ണ തേച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കോ, ഉറക്കം വേഗം വരും, തലവേദന നന്നായിട്ട് കുറയും. പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ ഉറങ്ങാനായിട്ട് പറ്റും. പിന്നെന്താ, ഇതൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്ത കുറേ കാര്യങ്ങൾ. പിന്നെ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോയി തല ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ തണുത്ത വെള്ളത്തിൽ ഫേസൊക്കെ കഴുകും. തണുത്ത വെള്ളത്തിൽ എന്താ പറയുക, ചെറിയ ഡ്രോപ്പ് ഇങ്ങനെ തുണിയായിട്ട് ഇങ്ങനെ വെക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഐസ് നേരെ തലയിൽ വെക്കാറില്ല. ഇങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഒരു പരിധി വരെ എനിക്ക് എന്താ പറയുക, തലവേദന എന്നിൽ നിന്ന് ഞാൻ അകറ്റി നിർത്താറുണ്ട്. അല്ലാണ്ട് നമ്മൾക്കല്ലാതെ മരുന്ന് കഴിക്കാൻ ഇപ്പോൾ എല്ലാവർക്കും പറ്റും. ഇപ്പോൾ പെയിൻ കില്ലേഴ്സൊക്കെ കഴിക്കാൻ പറ്റും. ചിലവർക്ക് മരുന്ന് കഴിക്കണ്ട, അല്ലെങ്കിൽ എപ്പോഴും മരുന്ന് കഴിച്ചിട്ട് അതിനും സൈഡ് എഫക്റ്റ് ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ
ഇതിൽ ഏതെങ്കിലുമൊക്കെ എന്തായാലും എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലുമൊക്കെ ഒരെണ്ണം എഫക്റ്റ് ആവുമായിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്നും എനിക്കുണ്ടാവുന്ന അനുഭവങ്ങളെപ്പറ്റി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.